എല്ലാവർക്കും ആയുഷ് സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് അയർലൻഡിൽ ഇപ്പോഴത്തെ നേഴ്സുമാർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ്, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? OET പാസ്സായി, DL കിട്ടി. നേഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം അതായത് യൂറോപ്പിൽ എല്ലായിടത്തും തന്നെ ഏകദേശം ഒരു ഫ്രീസിങ്ങിൻ്റെ അവസ്ഥയാണോ? എന്താണ് ഇപ്പോഴത്തെ കറണ്ട് അവസ്ഥ? പലരും കമൻ്റായിട്ടൊക്കെ അയച്ചു ചോദിക്കുന്നു, നേഴ്സുമാർക്ക് ഇൻ്റർവ്യൂ റീസ്റ്റാർട്ട് ചെയ്തു, അയർലൻഡിൽ ഇൻ്റർവ്യൂ റീസ്റ്റാർട്ട് ചെയ്തോ, ഒരു ഏജൻസിയിലും കൊടുത്തിട്ടും റിപ്ലൈ ഒന്നും ലഭിക്കുന്നില്ല. പല സംശയങ്ങളാണ്. അത് എൻ്റെ ഒരു സുഹൃത്ത്, ഏജൻസി ചെയ്യുന്ന ഒരു സുഹൃത്ത് അയച്ച ഒരു വോയിസ് ക്ലിപ്പും കൂടെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു അയർലൻഡിലെ ഇപ്പോഴത്തെ ഒരു കറണ്ട് അവസ്ഥയെ പറ്റിയും ഒരു ഏകദേശ ഐഡിയ കിട്ടും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബേസിക്കലി ഇവിടെ റിക്രൂട്ട്മെന്റ് ബാൻ എന്ന് പറയുന്നൊരു സംഭവമില്ല. പക്ഷേ അത് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. HSC റിക്രൂട്ട്മെന്റ് ബാനില്ല. HSC ആളുകൾ എടുക്കുന്നുണ്ട്. ഡൊണഗൽ, ലിട്രിയം പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഇഷ്ടംപോലെ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നോർത്ത് ഡബ്ലിൻ ഇവിടെ നിന്നെല്ലാം പാനലിൽ നേരത്തെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാനലിൽ കിടക്കുന്നവരെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. പല നഴ്സിംഗ് ഹോമിൽ നിന്ന് ആളുകൾ ഇറങ്ങി പോകുന്നുമുണ്ട്. പക്ഷെ അതിന്റെ പേസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് ഒരു 50 പേരെ എടുക്കേണ്ട സ്ഥലത്ത് 2 പേരെ എടുക്കുന്നുള്ളൂ. ഇപ്പൊ ഈ മാസം വേണമെങ്കിൽ അവർക്ക് മൊത്തത്തിൽ 50 പേരെ റിക്രൂട്ട് വേണമായിരുന്നു. അപ്പൊ അവിടുന്ന് ഈ മാസം ഈ 50 പേരെ എടുക്കാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് ഈ വർഷം കൊണ്ട് എടുക്കാന്നാണ്. അപ്പൊ ഫാസ്റ്റ് റിക്രൂട്ട്മെന്റ് ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാനെന്ന് പറയാനും പറ്റില്ല. എനിക്കറിയുന്ന തന്നെ 3 പേര് ഈ വരുന്ന മാർച്ചില് HSCയിലൂടെ കയറുകയാണ്. കഴിഞ്ഞ മാസം 2 പേര് കയറി. എനിക്കറിയുന്നവരെ എന്നെ അറിയുന്ന എല്ലാ മാസവും 1-2 പേര് HSC കയറി പോകുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു 10 ടൈംസ് കൂട്ടിക്കോണം. അത്രയും പേര് കയറുന്നുണ്ടായിരിക്കും പല സ്ഥലങ്ങളിലായിട്ട് കേട്ടോ. അത് നടക്കുന്നുണ്ട് റിക്രൂട്ട്മെന്റ്. പിന്നെ ഇവിടെ പ്രൈവറ്റിലും ഈ ഓസ്ട്രേലിയക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് പ്രൈവറ്റിൽ നിന്ന് കുറെ പേര് അങ്ങനെ ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ വേക്കൻസീസ് വരുമെന്നുള്ളതാണ് പ്രതീക്ഷ. ഇപ്പോൾ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗം എന്ന് വെച്ചാൽ എങ്ങനെയും ഒന്ന് എക്സാം എഴുതി പിന്നൊക്കെ ആക്കി നിന്ന് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്തായാലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം.